സംസ്ഥാന സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ CPI തൊഴിലാളി സംഘടനയായ AITUC സപ്ലൈകോയിൽ നിന്നും ദിവസവേതനക്കാരായ ജീവനക്കാരെ ഒഴിവാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. കോട്ടയം സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിൽ സമരം വരുന്ന തൊഴിലാളികളെ കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രി GR അനിലും കണ്ണു തുറക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സപ്ലൈകോയുടെ കോട്ടയം ഹൈപ്പർ മാർക്കറ്റിന് മുൻവശത്ത് സൂചനാ സമരം നടത്തുകയാണ്. ഞങ്ങൾ ആ സമരത്തിലൂടെ ഉന്നയിക്കുന്ന പ്രശ്നം, ഞങ്ങളുടെ 4 തൊഴിലാളികൾക്ക് അകാരണമായി തൊഴിൽ നിഷേധിച്ചിരിക്കുന്നു. സപ്ലൈകോയുടെ വകുപ്പ് മന്ത്രി GR അനിൽ നിയമസഭയിലും മാധ്യമങ്ങളോടും സംഘടനാ നേതാക്കന്മാരോടും ഇതിൽ പിരിച്ചുവിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ യാതൊരു കാരണവും കൂടാതെ 4 ആളുകൾക്ക് തൊഴിൽ നിഷേധിച്ചിരിക്കുന്നത് 26-ാം തീയതി ഒരു സർക്കുലർ മുഖേന അറിയിച്ചു. അതിനകത്ത് പറയുന്ന അവരുടെ ന്യായം, അതിനകത്ത് 4 പേർ അധികമാണെന്നാണ്. ഈ സപ്ലൈകോയിലെ പുതിയ ടാർഗറ്റ് സമ്പ്രദായം അനുസരിച്ച് ഒരു മാസം 30 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിൽ മുഴുവൻ ആളുകളെ നിലനിർത്താവുന്നതാണ്. ഒരു തൊഴിലാളിക്ക് 575 രൂപ ഒരു ദിവസം കൂലി സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും അശാസ്ത്രീയമായ ടാർഗറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സാധനങ്ങളുടെ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ കച്ചവടം കുറഞ്ഞാൽ അത് സാധനങ്ങൾ എത്തിക്കേണ്ടത് മാനേജ്മെൻറ്റിൻ്റെ കടമയാണെങ്കിൽ പോലും കച്ചവടം കുറഞ്ഞ് 30 ലക്ഷം രൂപയിൽ 1 രൂപ കുറഞ്ഞാൽ ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ടാർഗറ്റ് സംവിധാനം ഏർപ്പെടുത്തിയത്. എന്നാൽ കഴിഞ്ഞ 6 മാസക്കാലമായി ഇവിടെ ടാർഗറ്റ് തികയുന്നുണ്ട്. എന്നിട്ടും അകാരണമായി കഴിഞ്ഞ 26-ാം തീയതി മുതൽ 4 പേർക്ക് തൊഴിൽ നിഷേധിച്ചിരിക്കുന്നതായി ഞങ്ങൾക്ക് 26-ാം തീയതി ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്. 2011 മുതൽ ജോലിയെടുത്തിരുന്ന 4 താൽക്കാലിക ജീവനക്കാരെയാണ് കോട്ടയം തിരുനക്കരയിലെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും ഒഴിവാക്കിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള സർക്കുലർ റീജിയണൽ മാനേജർക്ക് ലഭിച്ചത്. തുടർന്ന് തിങ്കളാഴ്ച മുതൽ ജോലിക്ക് വരേണ്ട എന്ന് അറിയിക്കുകയായിരുന്നു. വ്യക്തമായ കാരണമോ ജീവനക്കാർക്ക് വ്യക്തിപരമായ അറിയിപ്പോ നൽകാതെയായിരുന്നു ജോലിയിൽ നിന്നും ഒഴിവാക്കൽ. ഇതിനെതിരെയാണ് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ ഇന്ന് സമരം സംഘടിപ്പിച്ചത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രി GR അനിലും അടിയന്തരമായി ഇടപെടണമെന്ന് ഫെഡറേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജോലിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ തങ്ങളുടെ ജീവിതമാർഗവും പ്രതിസന്ധിയിലായെന്ന് 11 വർഷമായി ഇവിടെ പണിയെടുക്കുന്ന പള്ളം സ്വദേശിനി മഞ്ജുമോൾ പറഞ്ഞു. ഒരു സൂചന പോലും ഇവർ തരാതെ ഇങ്ങനെ ഒരു സംഭവം നടത്തുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാർഗ്ഗമില്ല, ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്ത ആൾക്കാരാണ്. അതാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് സങ്കടപ്പെടാനുള്ള ഒരു കാര്യം പറ്റത്തില്ല. അതുതന്നെ യൂണിയൻ ഭാരവാഹികളായ B രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ബിനു ബോസ്, ശശി തുടങ്ങിയവരും സമരത്തെ അഭിസംബോധന ചെയ്തു. സമരക്കാർ തൊഴിൽ നിഷേധം സംബന്ധിച്ച ഹൈപ്പർ മാർക്കറ്റ് അധികൃതരുമായി ചർച്ചയും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.